Hello friends, Assalamu alaikum. Welcome back SHANSHABI Recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ചട്നി റെസിപ്പി ആയിട്ടാണ്. ദോശക്കും ഇഡ്ഡലിക്കും എനിവേ ചോറിനടക്കം സൈഡ് ഡിഷായി കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നി റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റിയാണിത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും. അതൊന്ന് ഇനേബിൾ ചെയ്ത് ഓൾ തന്നെ ക്ലിക്ക് ചെയ്യാൻ നോക്കുക. എന്നാലും ഞാൻ വീഡിയോസ് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ചട്നി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ ചട്നിയുടെ പേര് തക്കാളി ചട്നിയാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി അതൊന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയ ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് സവാള ചേർത്തെടുക്കാം. ഓവറായിട്ട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. പിന്നെ സവാള നല്ല കനല്ലാതെ അരിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളത് നല്ല പോലെ പേസ്റ്റാക്കി എടുക്കും. അതുകൊണ്ട് തന്നെ വലുതാക്കി അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ പിന്നെ അതിലേക്ക് തക്കാളി ചേർത്തെടുക്കുക. അപ്പോൾ ഒരു വലിയ സവാളയാണ് ചേർത്തെടുക്കുന്നത്. അതിലേക്ക് 2 മീഡിയം തക്കാളി ഇതിലേക്ക് ചേർത്തെടുക്കുക. നല്ല പഴുത്ത തക്കാളി ആകാൻ നോക്കുക. എന്നാലേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുക, നല്ല കളറും ഉണ്ടാവും. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കുറച്ച് നേരം അടച്ചു വെച്ചാൽ മതി. ഉപ്പ് ചേർത്ത് അടച്ചു വെച്ചാൽ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടും. വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ചട്നി റെഡിയാക്കി ലാസ്റ്റ് ഇതിൻ്റെ വറവ് റെഡിയാക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഉപ്പ് അറിയാം. അപ്പോൾ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. സാധാ മുളകാണെങ്കിൽ കുറച്ച് ഉപയോഗിച്ചു, കാരണം ഇതിനധികം എരിവില്ലല്ലോ. അതാണ് പിന്നെ കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അത് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറി കിട്ടണം. നമ്മുടെ ജാറിലേക്ക് ഇടുന്ന പരിവായി കിട്ടണം. നല്ല ചൂടാണെങ്കിൽ നമ്മൾ ബ്ലേഡ് കേട് വരും. അതുകൊണ്ടാണ് ചെറിയൊരു ചൂടോടെ ഇട്ടാൽ മതി. ഞാൻ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൽ കുറച്ച് ചൂട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊടിക്കുന്ന ജാറിൽ അതിലേക്ക് വേണം ഇടുന്നത്. എന്നാലുള്ളൂ നല്ല പേസ്റ്റ് പോലെ കിട്ടുക. നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. നമുക്കിതിലേക്കുള്ള വറവൊന്ന് റെഡിയാക്കണം. അതിനായിട്ട് പാൻ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ചേർത്തെടുക്കാം. ഓയിലൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഒന്ന് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. 1 ടീസ്പൂൺ കടുകാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില ഇട്ട് പിന്നെ 1 വറ്റൽമുളക് കൂടി ചേർത്ത് നല്ല പോലെ വറുത്തെടുക്കാം. അതെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തക്കാളി ചട്നി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇതിൻ്റെ മെയിൻ ഇത് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേജാണ്. ഇതിലാണ് അതിൻ്റെ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുക. ഇത് വെറുതെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഇല്ല, വറവിട്ട് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ്. ഇപ്പോൾ ഫ്ലാഷിൻ്റെ ഇത് കാരണം കളർ നേരാവാത്തതുകൊണ്ടാണ്. നമ്മുടെ ഫോട്ടോയിൽ കാണിച്ച അതേ കളറാണ്, കണ്ടോ, ഇതുപോലെയാണ്. ഇവിടെ ദോശക്കാണ് ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ദോശക്കും ഇഡ്ഡലിക്കും ചോറിനും വരെ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ മറ്റൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.